ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലോ ലേണിംഗ് അക്കാഡമിക്സ് ആണ്. സോ യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് അല്ലേ. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആനുവൽ എക്സാമിന് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഷുവറാണ്. സോ ആ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ടേബിളിൽ ഇതാ ഇവിടെ കുറച്ച് സിറ്റുവേഷൻസും അപ്പുറത്ത് അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലേ സംഭവം. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം തന്നെ നിങ്ങൾ നോക്കിയേ, വൺ ഹൂ കനോട്ട് എൻജോയ് മ്യൂസിക് ഡ്യൂ ടു ഹിയറിംഗ് ലോസ്. അങ്ങനെയുള്ള ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ സൊല്യൂഷൻ അല്ലേ. എന്താണത്? ഹിയറിംഗ് എയ്ഡ് ആണ്, അല്ലെങ്കിൽ ശ്രവണ സഹായിയാണ് ആ കേൾവിക്കുറവ് അനുഭവപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ അവിടെ വൈറ്റ് കെയിൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വെള്ളവടി. നമുക്കറിയാം വൈറ്റ് കെയിൻ എന്തിനു വേണ്ടിയിട്ടാണ്? വിഷ്വലി പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകൾക്ക്, കാഴ്ചത്തകരാറുള്ള ആളുകളെ നടക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതണം അല്ലേ. അടുത്ത് നോക്കിയേ, ചൈൽഡ് ഹു ഹാസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ് ടെക്സ്റ്റ് ബുക്സ് ഡ്യൂ ടു വിഷ്വൽ ഇമ്പയർമെൻറ്റ്. നമുക്കറിയാം കാഴ്ചത്തകരാറുള്ള ആളുകളാണെങ്കിൽ ബ്രെയിൽ സ്ക്രിപ്റ്റ് അല്ലേ, ബ്രെയിൽ ലിപി അവിടെ നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടാക്റ്റൈൽ വാച്ചും എംബോസ്ഡ് മാപ്പും ഉണ്ട്. ടാക്റ്റൈൽ വാച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് മൂലം അല്ലേ ഈ പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് സമയം നോക്കാൻ പറ്റില്ല, നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ടാക്റ്റൈൽ വാച്ച് ഉള്ളത്. അതുപോലെ തന്നെ ടോക്കിംഗ് വാച്ചും അതിന് വേണ്ടിയാണ്. ഇവിടെ ചോദിച്ചിട്ടില്ല. അതുപോലെ എംബോസ്ഡ് മാപ്പ് എന്തിനാണ്? ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭൂപടം വായിക്കാൻ പറ്റണമെന്നില്ല അല്ലേ, മാപ്പ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തൊട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സ്പേസിൽ അത് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഇതാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആൻസർ മിസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും. ഹിയറിംഗ് എയ്ഡ് നമ്മൾ പറഞ്ഞു. ആൻഡ് വൺ ഹു കാനോട്ട് വാക്ക് പ്രോപ്പർലി ഡ്യൂ ടു വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അവർക്ക് യൂസ് ചെയ്യാൻ എന്തായിരുന്നു? വൈറ്റ് കെയിൻ ആയിരുന്നു. ബ്രെയിൽ സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു. വൺ ഹു ഹാസ് ഡിഫിക്കൽട്ടി ഇൻ നോയിങ് ടൈം, ടാക്റ്റൈൽ വാച്ച് അല്ലേ, ടോക്കിംഗ് വാച്ചും അത് തന്നെയാണ്. എ ചൈൽഡ് ഹു ഹാസ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് മാപ്പ് അല്ലേ, അതാണ് എന്ത്? നമ്മളുടെ എംപോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത് ചൈൽഡാണ്. ചൈൽഡ്. ഓക്കെ, ഞാൻ അവിടെ തിരുത്തി തരാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. റെഡി? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലും സ്റ്റിൽ മിസ് പറയുവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്? ജലദോഷം വരുമ്പോൾ നമുക്ക് മണം കിട്ടാറില്ല. അതിൻ്റെ റീസൺ എന്താണ്? ഹൗ ഡു വി സെൻസ് ടേസ്റ്റ്? എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് അനുഭവപ്പെടുന്നത് അല്ലേ? എന്താണ് നമ്മുടെ രുചി അനുഭവിക്കാനുള്ള അതിന് പിന്നിലുള്ള കാരണം എഴുതണം നമ്മൾ. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടങ്? നമ്മുടെ നാവിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സംരക്ഷിക്കാനായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ആദ്യം തന്നെ എന്താണ് നമ്മുടെ കോൾഡ് വരുന്ന സമയത്ത്, കോൾഡ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജലദോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ ആക്ച്വലി ചെറിയൊരു മോയ്സ്റ്റ് ഫീൽ ഉണ്ടാവാറുണ്ട് നമുക്കല്ലേ, ഒരു ഈർപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഡസ്റ്റിനെയൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ, അണുക്കളൊക്കെ കയറുന്നത് തടയുക ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും വഴി നമുക്ക് ഉള്ളിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അണുക്കളൊക്കെ കയറിപ്പോയി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വൈറൽ ഇൻഫെക്ഷൻ അല്ലേ, അപ്പോൾ വൈറസ് ഒക്കെ കയറുന്ന സമയത്ത് നമുക്ക് എന്തായി? നമ്മൾ ഇൻഫെക്റ്റഡ് ആയി. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെക്രിഷൻ, നമ്മുടെ മൂക്കിലുള്ള ഈ സെക്രിഷൻ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ കൂടുതലായിട്ട് വരുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾഡ് അല്ലെങ്കിൽ ജലദോഷം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് ഈ റെഡിൽ മാർക്ക് ചെയ്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ മണക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന കൂട്ടത്തിൽ ഈ മണത്തിൻ്റെ കുറേ പാർട്ടിക്കിൾ, ഈ സ്മെല്ലിന് കാരണമായിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നതാണ്. അതിനെയൊക്കെ ആര് ബ്ലോക്ക് ചെയ്യും? ഈ സെക്രിഷൻ അധികമാവുന്ന സമയത്ത് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റുന്ന സെല്ലിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മണം ഉണ്ട് എന്ന് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തില്ല, അതിൻ്റെ ഇടയിൽ തന്നെ അതിന് ബ്ലോക്ക് വരുവാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ജലദോഷം വരുന്ന സമയത്ത് എന്ത് തിരിച്ചറിയാൻ പറ്റാത്തത്? നമുക്ക് മണം തിരിച്ചറിയാനായിട്ട് പറ്റാത്തത്. ഓക്കെ, അപ്പോൾ കൂടുതൽ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈറൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതാണ് ജലദോഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ജലദോഷം വരുമ്പോൾ ഈ ഒരു സെക്രിഷൻ കൂടുതലായിട്ട് വരുന്ന സമയത്ത്, അതാണ് നമ്മുടെ കോൾഡ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മണം തിരിച്ചറിയാൻ പറ്റില്ല പലർക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന് ഉള്ളിലേക്ക് എത്താനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത എന്തായിരുന്നു നമ്മുടെ ചോദ്യം? എങ്ങനെയാണ് നമുക്ക് രുചി തിരിച്ചറിയുന്നത് അല്ലേ? നമുക്കറിയാം നമ്മുടെ ടങ്, നമ്മുടെ നാവിൽ എന്തുണ്ട്? ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് എന്താണ് രസമുകുളങ്ങളുണ്ട്. അതിപ്പോൾ നമ്മുടെ സോൾട്ട്, ഉപ്പ് തിരിച്ചറിയാനായിക്കോട്ടെ, സ്വീറ്റ് അല്ലേ, മധുരം തിരിച്ചറിയാനായിക്കോട്ടെ, സോർ ടേസ്റ്റ്, പുളി
തിരിച്ചറിയാനായിക്കോട്ടെ, കയ്പ്പ് അല്ലേ, ബിറ്റർനെസ് തിരിച്ചറിയാനായിക്കോട്ടെ, ഇതിനൊക്കെയുള്ള ടേസ്റ്റ് ബഡ് ഉണ്ട് നമ്മുടെ നാവിൽ, രസമുകുളങ്ങളുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ചൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം സലൈവയിൽ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ ഡിസോൾവ് ആവുകയും ഈ പറയുന്ന നമ്മുടെ ടേസ്റ്റ് ബഡിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ രസമുകുളങ്ങളൊക്കെ എല്ലാപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ സലൈവയിൽ ഈ ഭക്ഷണമൊക്കെ ആവുന്ന സമയത്ത് ആ രസമുകുളങ്ങളെ അത് എന്ത് ചെയ്യും, ഉത്തേജിപ്പിക്കും. ആ ഉത്തേജനം എന്ത് ചെയ്യാണ്, ഒരു സന്ദേശം പോലെ അല്ലെങ്കിൽ ഇമ്പൾസസ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ നാഡിയിലൂടെ, നമ്മുടെ നെർവ്സിലൂടെയൊക്കെ നമ്മുടെ ബ്രെയിനിലെത്തും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി. ആൻഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നാക്ക് വടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ, ടങ് ക്ലീനറൊക്കെ യൂസ് ചെയ്തിട്ട്. അത് നല്ല ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യാൻ പാടില്ല. എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് കൂൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഈ രസമുകുളങ്ങളെ, ഈ ടേസ്റ്റ് ബഡ്സിനെ നശിപ്പിക്കാൻ കാരണമാവും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, റിവിഷൻ്റെ ടൈമാണിത്. അപ്പോൾ റിവിഷൻ ഇനിയും പറ്റിയിട്ടില്ല, കുറേ ക്ലാസ്സൊക്കെ മിസ്സായി എന്നുള്ളൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൃഥ്വിയിലിത എൻ ഗെയിം ബാച്ച്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓൾറെഡി കുറേ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ട് 5ാം ക്ലാസ് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണിത്. കാരണം നിങ്ങൾ ഇനി പോകുന്നത് കുറച്ചും കൂടെ ഹയർ ക്ലാസ്സിലേക്ക്, ഹയർ സിലബസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ അവിടെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പഠിച്ചതൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോവുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് സിമ്പിൾ ആക്കാനായിട്ട് മാക്സിമം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.